ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് മോൾക്ക് കൊടുത്തു വിടാൻ പനീർ റൈസ് ആയിരുന്നേ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തതാണ്. ഞാൻ ജീര റൈസാണ് ഇതിനെടുക്കുന്നത്. ഞാൻ ആദ്യം കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് റൈസ് വേവിക്കാൻ വെച്ചു. കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നേ. അതിനുശേഷം ഒരു ചീനിച്ചട്ടിക്കകത്ത് നെയ്യോ നമുക്ക് എണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. അതിലോട്ട് 2 ചെറിയ കഷ്ണം ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, അതും പിന്നെ ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം. ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തായിരുന്നേ. പിന്നെ ചിലർ ഗരം മസാല ചേർക്കും, ഞാൻ അത് ചേർത്തിട്ടില്ല. പിന്നെ തക്കാളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ചിലർ ഗരം മസാല ചേർക്കും, ചിലർ മീറ്റ് മസാല ചേർക്കും. ഞാൻ പക്ഷേ ഇന്ന് അതൊന്നും ചേർത്തിട്ടില്ല. അതിനുശേഷം കുറച്ച് മല്ലി ഇലയും കൂടെ ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ തവി ശ്രദ്ധിച്ചത്. ഇതുമേ എന്തുവാണോ ഞാൻ ഈ എടുത്തേക്കുന്നത്. ഞാൻ സാധാരണ പരന്ന തവിയുണ്ട്. രാവിലത്തെ തിരക്കിനിടയ്ക്ക് ഞാൻ തവി ശ്രദ്ധിച്ചില്ല, കിട്ടിയതങ്ങ് എടുത്ത്. പിന്നെ അതിന് ശേഷം നമ്മൾ വേവിച്ച ചോറ് ഇതിലേക്കിട്ട് മിക്സ് ചെയ്തേ. ഇന്ന് ഞാൻ പനീർ ലാസ്റ്റിൽ നെയ്യിൽ കുറച്ചിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് മേളിലിങ്ങനെ ചെറുതായിട്ട് വെക്കുമായിരുന്നേ. ചില ദിവസങ്ങളിൽ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റുമല്ലോ, അപ്പോൾ അന്നേരം തന്നെ ഇത് പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ചേർക്കും. ഞാൻ ഓരോ പ്രാവശ്യം ഓരോ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നേ.